നമസ്കാരം. CPIM സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ് കൊല്ലത്ത്. അതിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനങ്ങൾ ഏതാണ്ടൊക്കെ തീർന്നു കഴിഞ്ഞു. ഒരുപാട് സെമിനാറുകളും മറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊല്ലത്ത് നടക്കുന്ന ഒരു മാധ്യമ സെമിനാറിൽ 24 ന്യൂസിന്റെയും ഫ്ലവേഴ്സിന്റെയും തലവനായ ശ്രീകണ്ഠൻ നായർ എത്തി. ശ്രീകണ്ഠൻ നായർ ഇടതുപക്ഷത്തെ CPM-നെ DYFA വിമർശിച്ചുകൊണ്ട് മാധ്യമരംഗത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധിയെക്കുറിച്ച് ആഞ്ഞടിക്കുന്നത് കണ്ടു. അതിലൊന്ന് സോഷ്യൽ മീഡിയയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ യുദ്ധപ്രഖ്യാപനമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വളർന്ന് അങ്ങനെ സാമ്പത്തിക ലാഭമുണ്ടാക്കി ഒരു വ്യവസ്ഥാപിത ചാനലായി 24-ഉം ഫ്ലവേഴ്സും മാറിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരും പ്രതികരിക്കരുത്, ആരും സംസാരിക്കരുത് എന്ന നിലപാടിലേക്ക് ശ്രീകണ്ഠൻ നായർ മാറുകയാണ്. ശ്രീകണ്ഠൻ നായരുടെ പ്രസംഗം ഭയപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായിരുന്നു. ആദ്യം ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് CPM-നെതിരെ വാർത്ത കൊടുത്തപ്പോൾ തന്റെ ഭാര്യ ബംഗാളിക്കൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് അടിച്ചവർക്കെതിരെയാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങളെ പരിഗണിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രവർത്തകരും പ്രവർത്തിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. എനിക്ക് പറയാൻ അതിലൊരു സങ്കോചവുമില്ല. ഈ അടുത്തിടെ നമ്മൾ സംപ്രേഷണം ചെയ്തൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുത്തു. നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളിന് കാണുമെന്ന്. പലരും എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ, അതോ ബംഗാളിയോടൊപ്പമാണോ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സുഖവിവരം അന്വേഷിക്കുമ്പോൾ ചോദിക്കുന്നു, അങ്കിളെ വീട്ടിൽ വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നു. വളരെ വൈകാരികമായാണ് ശ്രീകണ്ഠൻ നായർ പ്രസംഗം നടത്തിയത്. തന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ ഇട്ടപ്പോൾ പലരും അത് വിശ്വസിച്ചു എന്നതാണ് ശ്രീകണ്ഠൻ നായരുടെ പരാതി. സോഷ്യൽ മീഡിയയിൽ അന്തം കമ്മികൾ നടത്തിയ ഒരു പ്രചരണമായിരുന്നു അത്. അത് കണ്ടപ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് വലിയ വേദനയുണ്ടായി. അത് കണ്ടപ്പോൾ പലരും വിശ്വസിച്ചു എന്നത് ശ്രീകണ്ഠൻ നായരെ ചൊടിപ്പിച്ചു. ശ്രീകണ്ഠൻ നായർ പറയുന്നു, ആരെയും വെറുതെ വിടില്ല, ഏതെവിടെയാണെങ്കിലും ഏതറ്റം വരെ പോകും. ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഏത് വലിയവനെയും മുട്ടുമടക്കിക്കും. മലപ്പുറത്തുള്ള ഒരാളെ പൊക്കി ജയിലിൽ അടച്ചു. ഖത്തറിലുള്ള ഒരാളെ എംബസിയുടെ സഹായത്തോടെ ജോലി തെറിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ ഓർത്തോളൂ, ഇതെല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ് എന്നാണ് ശ്രീകണ്ഠൻ നായരുടെ ഭീഷണി. കേരളത്തിൽ 18ഓളം ക്രിമിനൽ കേസുകൾ ഈ കാര്യം ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ മലപ്പുറത്തുള്ള ഒരു ഇതിൽ പ്രവർത്തിച്ച ഒരാൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ ഒരു ദിവസം തടവിൽ വെച്ചു, ലോക്കപ്പിലിട്ടു. മറ്റുള്ള ഈ കൊട്ടാരക്കരക്കാരൻ്റെ കേസും പരിഗണനയിലാണ്. ഉടനെ വരും അദ്ദേഹം. ഞാൻ ഭീഷണിപ്പെടുത്തുകയല്ല. ഇതിലൊരു ആൾ, ഇതിൽ പ്രചരിപ്പിച്ചവരിൽ ഒരാൾ ഖത്തറിലുള്ള 2 പേരുണ്ട്. അപ്പോൾ ഈ വിദേശ നാടുകളിൽ സൗദി അറേബ്യയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്ന പാതിരാത്രിക്ക് നമ്മൾ സൈബർ ഇടങ്ങളിൽ എന്തെങ്കിലും എഴുതി വിട്ടാൽ നമ്മളെ ആരും പിടിക്കില്ല എന്നാണ്. വളരെ മണ്ടത്തരമാണ് കേട്ടോ. ഞാൻ ഇന്ത്യൻ എംബസിയിലേക്ക് പരാതി അയച്ചിട്ട് ഈ ഖത്തറിലുള്ള ചെറുപ്പക്കാരനെ എംബസിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ആ ഇന്ത്യൻ എംബസിയിലെ 2ാമത്തെ സെക്രട്ടറി ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ജോലി മിക്കവാറും പോയി കിട്ടും. ആ ക്രിമിനൽ കേസുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള നിയമം നിലനിൽക്കുന്ന ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നിന്നെ പിടിച്ചുകൊണ്ടു പോകും. ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാതെ താനിങ്ങനെ ഭർത്താവായി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന് തീരുമാനമെടുത്തെന്നും ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു സംഘടനയുടെ പരിപാടിയിലേക്ക് താൻ പങ്കെടുക്കുന്നില്ല എന്ന് ഭാര്യ പറഞ്ഞെന്നും ശ്രീകണ്ഠൻ നായർ പറയുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു സ്ത്രീയെ അപഹസിച്ച് വാർത്തകൾ കൊടുത്ത ആളുകളെ പിൻബലം ചെയ്യുന്ന ആളുകളുടെ സമ്മേളനം നടത്താൻ ഞാനില്ലെന്നാണ് പറഞ്ഞു. എൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഭർത്താവിൻ്റെ കുപ്പായിട്ട് നടക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പോരാട്ടത്തിന് ഇറങ്ങി. അതുകൊണ്ട് കൊട്ടാരക്കരയിലെ ചെറുപ്പക്കാരനും മറുപടി പറയേണ്ടി വരും. വാസ്തവത്തിൽ വളരെ സഹതാപമാണ് എനിക്ക് ശ്രീകണ്ഠൻ നായരോട് തോന്നിയത്. ശ്രീകണ്ഠൻ നായരുടെ ചാനലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതും വ്യാജ വാർത്തകൾ കൊടുക്കുന്നതും. റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ മത്സരത്തിലാണ്. ശ്രീകണ്ഠൻ നായർ 24-നേക്കാൾ മുമ്പിലാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശ്രീകണ്ഠൻ നായരുടെ വ്യാജ വാർത്തയ്ക്കെതിരെ അതിശക്തമായ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് ഒരു മാധ്യമത്തിനെതിരെയും ഒരു മാധ്യമ പ്രവർത്തകനെതിരെയും ഹൈക്കോടതി ഇങ്ങനെ നിശിതമായി നടത്തിയ വിമർശനം ഇപ്പോൾ നിലനിൽപ്പില്ല. മറുനാടനെതിരെ വന്ന വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ ശ്രീകണ്ഠൻ നായർക്കെതിരെയുള്ള വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിരുദ്ധ കാട്ടിയിട്ടുള്ളത് ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസ് ആണ്. വായിൽ തോന്നുന്നതെല്ലാം വാർത്തയാക്കി ആരെക്കുറിച്ചും എന്ത് വ്യാജ വാർത്തയും കൊടുക്കാം, പ്രതികാരത്തിന് വേണ്ടി ചാനലിന് ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ചതും കണ്ടെത്തിയതും ശ്രീകണ്ഠൻ നായരാണ്. ശ്രീകണ്ഠൻ നായർ തുടങ്ങി വെച്ച എല്ലാ വൃത്തികേടുകളും അതിനേക്കാൾ മോശമായി വിജയിപ്പിച്ച് നേട്ടം കൊയ്യാൻ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നത് ശരിയാണെങ്കിലും ഇതിന്റെയൊക്കെ തുടക്കക്കാരൻ ശ്രീകണ്ഠൻ നായരാണ്. 2 കാര്യങ്ങൾ വ്യക്തിപരമായി ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ശ്രീകണ്ഠൻ നായരും അദ്ദേഹത്തിന്റെ ചാനലിനെയും വിമർശിക്കാറുണ്ട് ഞാൻ. ആ വിമർശിക്കുന്നത് കൊണ്ട് എന്നെ വിമർശിക്കാനുള്ള അവകാശം ശ്രീകണ്ഠൻ നായർക്കുമുണ്ട്. അദ്ദേഹത്തിന്റെ ചാനലിനുണ്ട്, ഒരു കുഴപ്പവും എനിക്കില്ല.
ഇനി എന്നെക്കുറിച്ച് ചില വ്യാജ വാർത്തകൾ പറഞ്ഞാൽ പോലും എനിക്കൊരു കുഴപ്പവുമില്ല, അത് വിശദീകരിക്കാൻ എനിക്ക് കഴിയും. എന്നാൽ എന്തിനു വേണ്ടിയായിരുന്നു ശ്രീകണ്ഠൻ നായർ എൻ്റെ ഭാര്യയ്ക്കെതിരെയും എൻ്റെ സഹോദരനായ വൈദികനെതിരെയും നിരന്തരം ബുള്ളറ്റിനുകൾ പ്രസിദ്ധീകരിച്ചത്? എൻ്റെ ഭാര്യ അന്താരാഷ്ട്ര പ്രസിദ്ധിയായ ഒരു കായിക താരമാണ്. അവർക്കെതിരെ 11 ബുള്ളറ്റിനുകൾ, 11 പച്ചക്കള്ളം 11 ബുള്ളറ്റിനുകളാണ് 24 ന്യൂസ് പ്രസിദ്ധീകരിച്ചത്. എന്നിട്ടൊരു പെറ്റി കേസ് പോലും ഇതുവരെ മറുനാടൻ വിരുദ്ധനായ പിണറായി സർക്കാരിന് എടുക്കാൻ കഴിഞ്ഞില്ല. സ്വർണ്ണക്കടത്തിൽ വരെ ബന്ധമുണ്ട് എന്ന തരത്തിൽ വ്യാജ വാർത്ത, അനധികൃത സ്വത്ത് സമ്പാദ്യം നടത്തിയിരിക്കുന്നു, സർക്കാരിനെ പറ്റിച്ചിരിക്കുന്നു, വിദേശത്തെ കമ്പനി നടത്തുന്നു, വിദേശത്തുനിന്ന് പണം കൈകടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വപ്നത്തിൽ നിന്നും 11 ബുള്ളറ്റിനുകളാണ് ശ്രീകണ്ഠൻ നായർ പ്രസിദ്ധീകരിച്ചത്. അതിന്റെ പേരിൽ എൻ്റെ ഭാര്യ അനുഭവിച്ച മാനസിക സമ്മർദ്ദം ഇന്നും മാറിയിട്ടില്ല. അവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത് ആ 11 ബുള്ളറ്റിനുകളാണ്. ഒരു കുടുംബ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എൻ്റെ അപ്പൻ്റെ ഇളയ സഹോദരൻ എന്നോട് ചോദിച്ചത് നിന്റെ ഭാര്യ ജയിലിൽ നിന്നിറങ്ങിയോ എന്നാണ്. കാരണം അദ്ദേഹത്തിന് മനസ്സിൽ കിടന്നത് ഈ വാർത്തയൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഭാര്യ ജയിലിലാണെന്നാണ്. ഒരു കുറ്റകൃത്യവും ചെയ്യാത്ത എൻ്റെ ഭാര്യയാണ് എന്നതുകൊണ്ട് മാത്രം രാജ്യത്തിന് വലിയ സംഭാവന കൊടുത്തിട്ടും അവരെ അധിക്ഷേപിച്ചുകൊണ്ട് 11 ബുള്ളറ്റിൻ എഴുതാൻ, ആ ബുള്ളറ്റിനുകൾ പലതും അവതരിപ്പിക്കാൻ ശ്രീകണ്ഠൻ നായർക്ക് കഴിഞ്ഞപ്പോൾ അവർ സ്ത്രീയാണെന്ന് ശ്രീകണ്ഠൻ നായർക്ക് തോന്നിയില്ല. തൻ്റെ ഭാര്യ മാത്രം സ്ത്രീയാണെന്നും അവർ അപമാനിക്കപ്പെടരുതെന്നും മറ്റു സ്ത്രീകളൊക്കെ അപമാനിക്കപ്പെടണമെന്നുമുള്ള വിശ്വാസമുണ്ടല്ലോ ശ്രീകണ്ഠൻ നായരെ, അത് ഇരട്ടത്താപ്പാണ്. അവിടെയും അവസാനിപ്പിച്ചില്ല. എൻ്റെ സഹോദരൻ 1 രൂപ ശമ്പളത്തിന് മഹാരാഷ്ട്രയിൽ വലിയ സാമൂഹ്യ സേവനം നടത്തുന്നു. പെൻഗിൻ ബുക്സ് അദ്ദേഹത്തെ കുറിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, എയ്ഡ്സ് നിർമ്മാർജ്ജനത്തിൽ രാജ്യത്തിന് മോഡൽ ഉണ്ടാക്കി കൊടുത്ത ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു സത്യവുമില്ലാത്ത എത്ര വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തു. ഇവിടെ നിന്ന് ഇൻകം ടാക്സുകാർ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയ്ക്ക് പോകുന്നു വാർത്ത കൊടുത്തു. മഹാരാഷ്ട്രയിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരില്ലാത്തത് കൊണ്ട് കൊച്ചിയിലെ ഉദ്യോഗസ്ഥന്മാർ പോകുന്നു എന്നായിരുന്നു വാർത്ത. എന്നിട്ട് അവരിതുവരെ അവിടെ ചെന്നില്ലേ? ഒരു പെറ്റി കേസെങ്കിലും എൻ്റെ ചേട്ടനെതിരെ എടുത്തതായി നിങ്ങൾക്ക് കാണിക്കാമോ? ഇല്ല. പച്ചക്കള്ളങ്ങൾ, വ്യാജ വാർത്തകൾ, സ്ത്രീ വിരുദ്ധ വാർത്തകളൊക്കെ കൊടുത്ത് ശീലിച്ച ശ്രീകണ്ഠൻ നായർ തൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വേദനിക്കുന്നു, ആശങ്കപ്പെടുന്നു, പരിതപിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ഇത് ഇരട്ടത്താപ്പാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാട്ടുന്ന അതേ ഇരട്ടത്താപ്പ്. മറുനാടൻ്റെ പേര് ഈ പ്രസംഗത്തിൽ 2-3 പറഞ്ഞിട്ടുണ്ട്. മറുനാടനെ അദ്ദേഹം 2 ആഴ്ച പൂട്ടിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 2 ആഴ്ച മറുനാടൻ്റെ ഒരു ചാനലിന് ഇദ്ദേഹത്തിന് വ്യാജ പരാതി മൂലം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നത് വാസ്തവമാണ്. പക്ഷെ ഒരു ചാനലല്ല മറുനാടന് പല ചാനലുകളുണ്ട്, പല വാർത്താ സംവിധാനങ്ങളുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ എൻ്റെ വാർത്തകൾ ജനം കേട്ടിരുന്നു. പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി മറുനാടനെ പൂട്ടിച്ചു എന്നൊക്കെ അവകാശപ്പെടാമെന്നല്ലാതെ മറ്റൊരു ഗുണവുമില്ല. എന്തുകൊണ്ടാണ് പിന്നെ അത് തുടർന്ന് പ്രവർത്തിച്ചത്? പരാതി വ്യാജമാണ് എന്ന് ഗൂഗിളിന് ബോധ്യപ്പെട്ടതുകൊണ്ട്. ഈ വലിയ അവകാശവാദം ഏത് പ്രസംഗത്തിൽ ചെന്നാലും മറുനാടൻ്റെ പേരിൽ വലിയ അവകാശവാദം നടത്താറുണ്ട്. എന്നിട്ട് മറുനാടൻ ഇപ്പോഴില്ലേ? ഇപ്പോൾ പറയുന്നത് ഇതേ ചാനലിൽ ഇരുന്നു കൊണ്ടാണ്. കാരണം നിങ്ങളുടേത് വ്യാജ അവകാശവാദമാണ് എന്ന് 2 ആഴ്ച കൊണ്ട് ഗൂഗിളിന് മനസ്സിലായി. അവരത് തിരിച്ചു തന്നു. പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ, ആദ്യം താങ്കൾ വ്യാജ വാർത്തയും മറ്റുള്ളവരെ അപമാനിക്കുന്നതും അവസാനിപ്പിക്കുക. എന്നിട്ട് താങ്കൾ മേന് നടിക്കുക. താങ്കളുടെ ഭാര്യ മാത്രമല്ല സ്ത്രീ. ഈ നാട്ടിലുള്ള സകല സ്ത്രീകൾക്കും അന്തസ്സായി ജീവിക്കാൻ അവകാശമുണ്ട്. താങ്കൾക്ക് വിരോധം തോന്നിയാൽ അവരെക്കുറിച്ച് എന്ത് വൃത്തികേടും പറയാം, അത് മാന്യമാണ്. എന്നാൽ താങ്കളുടെ ഭാര്യയെക്കുറിച്ച് ആരെങ്കിലും വൃത്തികേട് എഴുതിയാൽ അത് മോശമാണ് എന്ന നിലപാട് തിരുത്തുക.